വിശേഷം? എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇതാ ഈ മിനിഞ്ഞാന്ന് വരെയും കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നിരക്ക് എത്രയാ? 251%. ആ 251% ഇങ്ങനെ 2.25 മണിക്കൂർ കൊണ്ട് ശരവേഗതയിൽ 9 ഉദ്യോഗസ്ഥരിലൂടെ കൈമാറി രാത്രിയിൽ ഇരുന്ന് അർദ്ധരാത്രിയിൽ ഇരുന്ന് മുഖ്യമന്ത്രി പരിശോധിച്ച് അതിന് അംഗീകാരം കൊടുക്കാൻ മാത്രം, ഇങ്ങനെ നികുതി കുറച്ചു കൊടുക്കാൻ മാത്രം അർജൻസിയാണ്. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. PMC എന്താണ് ന്യായം? അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. ഇങ്ങനെ കൊണ്ടുപോയത് മറുപടി പറയേണ്ടത്. ഇപ്പൊ പിടിച്ചാൽ നടത്തിക്കൊണ്ട് പോകാം, കുറച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കിടേണ്ടി വരും. ഞങ്ങളുടെ ഫയൽ അത് LDF ഗവൺമെന്റിന്റെ ഫയൽ അല്ലേ? ചെയ്യാൻ പറ്റാത്തത് അതിലൊരു സംശയം, ആ സംശയത്തിനെ പറയുകയാണെങ്കിൽ ഒറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. ശരി മാഷ്, നേരത്തെ CPM കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. അദ്ദേഹം പറഞ്ഞു 57 മുതൽ ഇവിടെ കള്ളി ഷാപ്പും പിന്നെ റാക്കി ഷാപ്പും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ കാലത്ത്. മാഷെ 1967 കള്ളി ഷാപ്പ് ലൈസൻസിങ് EMS ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അതിലെ 3 മന്ത്രിമാർ മുസ്ലിം ലീഗുകാരാണ്. തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ പറഞ്ഞാല് മുസ്ലിം ലീഗുകാർ കൂടി ഉൾപ്പെട്ട മന്ത്രിസഭയാണ്. അല്ലാതെ ഞങ്ങൾ വലിയ പിന്നെ നിരീശ്വരവാദികളും നിർമ്മതാവാദികളും പിന്നെ തെമ്മാടികളൊക്കെ അധാർമികരൊക്കെ ആയ പിന്നെ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തല്ല, അന്ന് ലീഗുകാരും കൂടി പങ്കാളിയാണ്. പിന്നെ ഭരണത്തിന്റെ കാലത്ത് ഈ വീര്യം കുറഞ്ഞ കള്ള് നീര അത് ചെത്തുന്ന പിന്നെ ഒരു പരിപാടി കൊണ്ടോട്ടി മണ്ഡലത്തിൽ നടത്തി. അത് ഉദ്ഘാടനം ചെയ്തത് മുസ്ലിം ലീഗിന്റെ അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളാണ്. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നത് സാദിഖ് അലി തങ്ങളാണ്. പക്ഷെ വീര്യം കുറഞ്ഞ കള്ള് നീര ചെത്തി വെക്കാൻ CPMന്റെ നേതാക്കൾ എന്തോ കള്ള് മഹാപാനീയമാണെന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിനു വേണ്ടിയിട്ട് പിന്നെ ശ്രീ മുസ്തഫയ്ക്ക് ഒരു ചെറിയ മറുപടി കൊടുക്കട്ടെ. എന്നുവെച്ചാല് 67 തീർച്ചയായിട്ടും സപ്തമുന്നണി ഗവൺമെന്റ് ആണത്. അദ്ദേഹം 3 മന്ത്രിമാർ എന്ന് പറഞ്ഞ് ഓർമ്മ തെറ്റായിരിക്കാം. അതിന് തന്നാരും വിളിച്ചില്ല. 2 ലീഗ് മന്ത്രിമാരാണുള്ളത്. ഒന്ന് CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി, വേറെ ഒന്ന് അഹമ്മദ് കുട്ടി കുരിക്കളി പഞ്ചായത്ത് വകുപ്പ് മന്ത്രി. 2 മന്ത്രിമാരാണ് ലീഗിനുണ്ടായിരുന്നത്. ലീഗായിട്ടുള്ളത് കൊണ്ട് എനിക്കതിന് ഉത്തരവാദിത്വമൊന്നുമില്ല. മുസ്ലിം ലീഗിന്റെ വക്താവല്ല ഞാൻ. മദ്യത്തിന്റെ കാര്യം നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് എന്നുവെച്ചാല് കേരളം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ലഹരിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. ലഹരി മുക്ത കേരളം എന്ന് പറഞ്ഞിരുന്നു പിണറായി ഗവൺമെന്റ്. മറന്നിട്ടൊന്നുമില്ല. അയ്യോ, എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ല. 2016 29 5 സ്റ്റാർ ബാർ ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോ 945 5 സ്റ്റാർ ബാർ ഉണ്ട് എന്നാണ് മദ്യവിരുദ്ധ സമിതിയുടെ പ്രധാനപ്പെട്ട നേതാവ് EH കുഞ്ഞികൃഷ്ണൻ മാഷ് എനിക്ക് തന്ന ഒരു കണക്ക്. 5 സ്റ്റാർ ബാറുകള് മലപ്പുറത്ത് ഒന്നുള്ളത് 31, കോഴിക്കോട്ട് ഒന്നുള്ളത് 41. കള്ള് നല്ലൊരു ഭക്ഷണപദാർത്ഥമാണ് എന്ന് പിണറായി സർക്കാരിന്റെ കാലത്ത് ചില CPM നേതാക്കന്മാർ പറയുന്നത് നമ്മൾ 1994 കേരളത്തിൽ നടപ്പാക്കിയ പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിലെ ഒരു പ്രധാന വകുപ്പ് മദ്യഷാപ്പുകൾ അനുവദിക്കാനും ഇല്ലാതെയാക്കാനും ഒക്കെയുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കും. ഈ സാധനം കൊണ്ടുവരുമ്പോൾ കരുണാകരനാണ് മുഖ്യമന്ത്രി. 1999 നായനാര് അത് ദുർബലമായി. 2012 ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അത് വീണ്ടും പുനഃസ്ഥാപിച്ചു. 2017 പിണറായി ഗവൺമെന്റ് അത് അട്ടിമറിച്ചു. നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ മദ്യത്തിന് വലിയ സ്വീകാര്യത, അംഗീകാരം കിട്ടി വരികയാണ്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കള്ളു കുടിക്കുക എന്ന് പറയുന്ന വലിയ മാനക്കേടായി. 1967 2ാം EMS മന്ത്രിസഭയാണ് മലബാറിൽ
മദ്യം ഹലാലാക്കി. പിന്നല്ലാതെ ഇപ്പൊ അത് പോയിട്ട് ജാതിമത ഭേദമില്ലാതെ കല്യാണത്തിന്റെ തലേന്നൊക്കെ സൽക്കാരം എന്ന് പറയുന്നത് മദ്യസൽക്കാരം. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് വീര്യം കൂടിയ മദ്യത്തിലേക്കുള്ള ഒരു ക്ഷണക്കത്താണെന്ന് ആർക്കും അറിയാം. നമ്മുടെ യുവാക്കള്, നമ്മുടെ വിദ്യാർത്ഥികള് നേരിടുന്ന ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നത് ഈ ലഹരിയാണ്. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു ലഹരി മുക്ത കേരളം എന്നത് ഒരു മുദ്രാവാക്യമായിരിക്കുകയും അതിനുവേണ്ടി പ്രചാരവേലയ്ക്ക് പണം ചെലവാക്കുകയും അതേസമയം മദ്യഷാപ്പുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പണിയാണ് 10 കൊല്ലമായിട്ട് പിണറായി ഗവൺമെന്റ് എടുത്തത്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണം. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇവന്മാരോട് ഇതൊന്നും ഏക്കൂല. ശബരിമല ക്ഷേത്രത്തിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശിക്കണം, സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന് പറയുന്ന LDF തന്നെ ഇവിടുത്തെ സുന്നികളുടെ മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗമാണ് സുന്നികൾ. അവരുടെ അമ്പലങ്ങളിൽ വെള്ളിയാഴ്ച, മസ്ജിദുകളിൽ വെള്ളിയാഴ്ച കൂട്ടപ്രാർത്ഥനയ്ക്ക് പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല. അത് മിണ്ടൂല, അത് പറയാൻ പാടില്ല. അത് പറയുമ്പോൾ പറയുന്നത് ഇസ്ലാമോഫോബിയ. പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. ഇനിയിപ്പോ ഈ തരത്തില് ഏതൊക്കെ തരത്തില് വിവേചനം, അനന്തരാവകാശത്തിന്റെ കാര്യത്തിൽ, വിവാഹത്തിന്റെ കാര്യത്തിൽ, ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിലൊക്കെ സ്ത്രീകൾ എല്ലാ വിഭാഗത്തിലും കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ അനുഭവിക്കുന്നുണ്ട്. അതിനിപ്പോ കേരളത്തിൽ വ്യത്യാസമുണ്ട്, ഞാനത് ഇല്ലാന്ന് പറയുന്നില്ല. ഇപ്പൊ 2006 അച്യുതാനന്ദൻ ഗവൺമെന്റ് നടപ്പാക്കിയെന്നാണ് എന്റെ ഓർമ്മ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സീറ്റ് പെണ്ണുങ്ങൾക്ക് ഉറപ്പിച്ചു. അത് വലിയൊരു വിപ്ലവം തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം. അതെ, കാര്യമുണ്ട്. ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ്, നമ്മുടെ നിയമസഭയിൽ 140 സീറ്റുണ്ട്, അതിൽ 70 സീറ്റ് സ്ത്രീകൾക്ക് സംവരണം ചെയ്യണം എന്ന് പറഞ്ഞാൽ LDF സമ്മതിക്കുമോ? ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ 33% എന്ന് പാർലമെന്റ് പറയുന്നത് ഒരുപാട് കാലായി. അത് ഇപ്പൊ ആരും ആ ചർച്ച തന്നെ ഇല്ല, ആ ചർച്ച തന്നെ മറന്നുപോയി. വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. ഇത് മുഴുവൻ പുരോഹിതന്മാരെ പേടിച്ചിട്ട്, സമുദായ മേലധ്യക്ഷന്മാരെ പേടിച്ചിട്ടാണ്. ഇപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞതിന്റെ അബദ്ധം എന്താന്ന് വിചാരിച്ചാല്, പഠനത്തിന്റെ കാര്യത്തിലും ഉദ്യോഗ ലബ്ധിയുടെ കാര്യത്തിലും ഉദ്യോഗ കയറ്റത്തിന്റെ കാര്യത്തിലൊക്കെ സംവരണം വേണമെന്നാണ് വെള്ളാപ്പള്ളിക്ക്. എന്നെ സംശയിക്കരുത്. അത് പറ്റില്ല എന്നാണ് NSSന്റെ സുകുമാരൻ നായർ പറയാ. അവിടെ തീർന്നല്ലോ. അതിലേതെങ്കിലും തരത്തിലുള്ള സമവായം ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളി നിൽക്കുമോ? ഇല്ല, വെള്ളാപ്പള്ളി നിൽക്കില്ല. അത് അദ്ദേഹത്തിന് അറിയാം. ഞാനിപ്പോ അദ്ദേഹത്തിനെതിരായിട്ട് സമുദായത്തിനകത്ത് നടക്കുന്ന നീക്കത്തെ പറ്റി പറഞ്ഞു. അതൊന്നും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ കണ്ടതായിട്ട് നടിക്കില്ല. കാരണം എന്താ? വോട്ട് ബാങ്കിനെ പേടിയാണ്. വെള്ളാപ്പള്ളിക്കെതിരായിട്ട് സംസാരിക്കാൻ നമ്മളിപ്പോൾ ഈ പാനലിൽ സംസാരിക്കുന്ന ആർക്കും സാമാന്യമായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അത് അദ്ദേഹം പറയട്ടെ, അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് തോളൊഴിഞ്ഞ് വർത്തമാനം പറയുക. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.